നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ സിറിയ നിക്ഷേപ കരാറുകൾ ഒപ്പുവെച്ചു. സൗദി അറേബ്യയും സിറിയയും $6 ബില്യൺ മൂല്യമുള്ള 47 നിക്ഷേപ കരാറുകൾ ഒപ്പുവെച്ചു. സിറിയയുടെ യുദ്ധാനന്തര പുനരുദ്ധാരണത്തിന് ഇത് വലിയ പിന്തുണയാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇസ്രായേൽ പടയാളികളുടെ സ്ഥലം വ്യാപനത്തെ GCC വിമർശിച്ചു. പടിഞ്ഞാറൻ തീരവും ജോർദാൻ താഴ്വരയുമടക്കം ഇസ്രായേൽ പടയാളികൾ ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളെ ഗൾഫ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ഉത്തരവുകൾ ലംഘനമായി കാണുകയും ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയായി വിമർശിക്കുകയും ചെയ്തു. ഒമാൻ എയർ ഗൾഫിൽ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള യാത്രാ ഗതാഗതം രേഖപ്പെടുത്തി. ഒമാൻ എയർ 2025 ജൂൺ മാസത്തിൽ 2 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്തു. കഴിഞ്ഞ വർഷത്തെ ശരാശരിയേക്കാൾ 3 മടങ്ങധികം യാത്രക്കാരെ സേവിച്ചുവെന്നും അവർ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങൾ സൈബർ സുരക്ഷയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു. മൈക്രോസോഫ്റ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഗൾഫ് രാജ്യങ്ങളിൽ റാൻസംവെയർ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സൈബർ സുരക്ഷ ശക്തിപ്പെടുത്താൻ GCC രാജ്യങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചു. UAE ടൂറിസം രംഗത്ത് 35 ബില്യൺ ദിർഹം നിക്ഷേപം പ്രഖ്യാപിച്ചു. UAEയുടെ മിനിസ്റ്റർ ഓഫ് എക്കണോമി ടൂറിസം മേഖലയെ വളർത്താനായി 2025 35.2 ബില്യൺ ദിർഹം നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ കാലാവസ്ഥാ മാറ്റം ശക്തമായി അനുഭവപ്പെടുന്നു. ആഗോള ഉഷ്ണനില വർധനവിന്റെ ഭാഗമായി ഗൾഫ് പ്രദേശങ്ങളിൽ ചൂട് അസഹ്യമായി വർദ്ധിച്ചതായി കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ അറിയിച്ചു. ഖത്തർ ആഗോള സംവാദങ്ങൾക്ക് വേദിയായി മാറുന്നു. ഖത്തർ വിവിധ അന്താരാഷ്ട്ര നയതന്ത്ര സമ്മേളനങ്ങൾക്ക് വേദിയായി മാറി. ഗൾഫ് പ്രദേശത്തെ സുരക്ഷാ സാമ്പത്തിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ബഹ്റൈൻ ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതികൾക്ക് തുടക്കം. ബഹ്റൈനിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള പുതിയ പ്രൊജക്ടുകൾ ആരംഭിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർ ഇക്കാര്യത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചു. കുവൈത്ത് ശുദ്ധജല ലാഭം ഉറപ്പാക്കാൻ പുതിയ പദ്ധതി. കുവൈത്ത് ഗവൺമെന്റ് ശുദ്ധജല സംരക്ഷണത്തിന് പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒമാൻ ഗതാഗത സംവിധാനങ്ങളിൽ നവീകരണം. ഒമാൻ ഗതാഗത മേഖലയിൽ നൂതന പദ്ധതികൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് പൊതുഗതാഗതം മെച്ചപ്പെടുത്താനാണ് ശ്രദ്ധ. UAE ഡിജിറ്റൽ സാമ്പത്തിക തന്ത്രം ശക്തമാക്കി. ഡിജിറ്റൽ കാർഷിക വ്യവസായം ഉൾപ്പെടെ നിരവധി ഡിജിറ്റൽ മേഖലയിലായി നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു. ഖത്തർ UAE പുതിയ സംരംഭങ്ങൾക്ക് കരാറുകൾ ഒപ്പുവെച്ചു. 2 രാജ്യങ്ങളും വ്യാപാര സംരംഭ മേഖലയിൽ പുതിയ സഹകരണ കരാറുകൾ ഒപ്പുവെച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ സംയുക്ത കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനം. ഗൾഫ് രാജ്യങ്ങൾ അടുത്ത വർഷം സംയുക്ത കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ